ഈ ജൂനിയർ യേശുദാസ് എന്നുള്ള ടാഗിൽ അങ്ങനെ പാടുന്നു, അതൊരു ഡ്രോബാക്ക് അല്ലെങ്കിൽ അതൊരു റീസൺ. പക്ഷെ അതൊരു റീസൺ ആണോന്ന് ചോദിച്ചാൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇപ്പം ഒരാളൊരു കാര്യം ചെയ്യുന്നത്, നമ്മളെല്ലാവരും നമ്മുടെ പരിസ്ഥിതിയെയും നമ്മുടെ അച്ഛനമ്മമാരെയും സാറന്മാരെയും സമൂഹത്തെയൊക്കെ നമ്മൾ അറിയാതെങ്കിലും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തു പോവും, അല്ലെങ്കിൽ ഫോളോ ചെയ്തു പോവും. ഇപ്പം തന്നെ ഒരു കുഞ്ഞുണ്ടായി, ഒരു പുതിയ ദമ്പതികൾക്ക്, അവർ പ്രായത്തിൽ എല്ലാം കൊണ്ടും ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ഒരു കുഞ്ഞുണ്ടായി അത് വളർന്നോളൂ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുമോ? ഇല്ല. നമ്മളതിനെ എടുത്തിട്ട് ഇങ്ങനെ ഇപ്പം ഒരു ലൈറ്റ് എന്താണെന്നൊരു കുഞ്ഞിനെ പഠിപ്പിക്കുന്നത്, ഞാൻ പഠിപ്പിച്ചത് ഓണും ഓഫും ആക്കി കാണിക്കും. അപ്പോൾ ആദ്യം ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ഓഫാക്കി മനെ ലൈറ്റ് ഏതാ, അപ്പോൾ ലൈറ്റ് എന്ന് അതിന് മനസ്സിലായി ഇതാണ് ലൈറ്റ്. അതുപോലെ കാക്കയെ നമ്മൾ കാണിച്ചിട്ട് പിന്നെ പല പ്രാവശ്യം ആകുമ്പോൾ ഇതാണ് കാക്ക. അങ്ങനെയാണ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ സമൂഹത്തെയും ചുറ്റുപാടിനെയൊക്കെ നമ്മൾ അറിയാതെ നമ്മൾ പിന്നെ ഇമിറ്റേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു ഇത് നമ്മളിലേക്ക് വരും. പക്ഷെ നമ്മളത് ഇമിറ്റേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നടക്കാറില്ലല്ലോ. അപ്പം എന്ന് പറഞ്ഞ പോലെ ഇപ്പം നല്ലൊരു ഗായകൻ അല്ലെങ്കിൽ നല്ലൊരു അഭിനേതാവ്, അവരുടെ ചില സ്കിൽസ് നമ്മളിലേക്ക് വരുമ്പം അതെടുത്ത് ആൾക്കാർ പറഞ്ഞിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നു, യേശുദാസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ വെള്ളം എനിക്കിപ്പോൾ ഇടാൻ കഴിയാത്തൊരവസ്ഥയിലായി. കാരണം വെള്ളം ഇട്ടാൽ യേശുദാസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. അത് എനിക്ക് മാത്രമേ ഉള്ളൂ ഈ കുഴപ്പം. കാരണം ശബ്ദത്തിൻ്റെ ഡെപ്തുള്ള പാട്ടുകാരിൽ ഒരാൾ ഞാനേ ഉള്ളൂ. മറ്റവർക്ക് ആ ഒരു ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അവർ വെള്ളം ഇട്ടാൽ യേശുദാസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്ന് ആരും പറയാറില്ല. അപ്പൊ അതൊരു വലിയൊരു ചില പാട്ടുകൾ നിങ്ങൾ ഈ ഐഡന്റിഫിക്കേഷൻ തന്നെ മാറിപ്പോറുണ്ട്. ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു, അത് ചെറുപ്പം മുതലേ, ഞാൻ ഒരു 7 വയസ്സ് മുതലേ എൻ്റെ ചെവിയിൽ നിൽക്കുന്ന ശബ്ദം അതാണ്. അപ്പൊ ആ ഒരു ഇത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്, ആ ഒരു ശബ്ദം. അപ്പൊ ഞാനത് എങ്ങനെ പാടിയാലും അതിലേക്ക് വരും കുറച്ചൊക്കെ. ഒരിക്കലും ഞാൻ അതിന് വേണ്ടി യേശുദാസിന്റെ ശബ്ദം ആക്കിക്കളയാന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പാടിയിട്ടില്ല. കേൾക്കുമ്പം നമുക്ക് തന്നെ അറിയാം ഇവിടെ അതുപോലെ വന്നിട്ടുണ്ട്, ഇവിടെ എങ്ങനെ വന്നിട്ടുണ്ട്, അങ്ങനെ ഉള്ളൊരു ഇത് ഞാൻ നോക്കിയിട്ടുള്ളൂ. അല്ലാതെ ഞാൻ അതിനു വേണ്ടി ഇപ്പം ചിലരൊക്കെ ഇരുന്നു അതുപോലെ കഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഏത് അളവ് അദ്ദേഹം പാടുന്നു, അല്ലെങ്കിൽ ഏതൊരു ചിലപ്പോൾ അത് വെള്ളി അടിച്ചായിരിക്കാം, പക്ഷെ അത് തന്നെ പഠിച്ച് വീണ്ടും സ്റ്റേജിൽ പാടുന്നവരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇരുന്ന് ഞാൻ മെനക്കെട്ടിട്ടില്ല. കേൾക്കും നമുക്കൊരു മൊത്തത്തിലൊരിത് കിട്ടും, അതൊന്ന് പാടും, അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് വേണ്ടി ഇരുന്ന് ആ ശബ്ദം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം റാ പറയുന്നത് ഇങ്ങനെയാണ്, കാ പറയുന്നത് ഇങ്ങനെ, അങ്ങനെയൊന്നും ഞാൻ നോക്കാറൊന്നുമില്ല. നമ്മൾ കുറെ നാച്ചുറലായിട്ട് കിട്ടിയിട്ടുണ്ട്, കുറെ. ഇപ്പം രൂപം തന്നെ ചിലപ്പോൾ ചിലർ പറയാറുണ്ട്, അപ്പം പിന്നെ നമ്മളത് വേറെ രീതിയിലായി പോകും. അതെങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ചു ചില സമയത്ത് അങ്ങനെ. അതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരാളുണ്ടെങ്കിൽ ആ ഇതിനെ പണ്ടങ്ങനെ എന്തോ ഒരു ചൊല്ലുണ്ട്, ഒരാളെ തന്നെ നനച്ചിരുന്നാൽ അല്ലേ, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ പാട്ടെന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ശബ്ദം ഇദ്ദേഹത്തിൻ്റെ ശബ്ദമാണ്. അതുകൊണ്ടായിരിക്കും അതങ്ങനെ വരുന്നതല്ല, ഞാനായിട്ട് അതിന് വേണ്ടി മെനക്കെട്ടിട്ടില്ല. പിന്നെ ഇപ്പം ഞാൻ പാടുമ്പോൾ എൻ്റെ പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ പാട്ട് ഞാൻ പാടുമ്പോൾ ഒരു 90% അല്ലെങ്കിൽ 95% അതുമായിട്ട് ചേരാൻ നോക്കും. കാരണം അത് അദ്ദേഹത്തിൻ്റെ പാട്ടാണ്. ഞാൻ പാടുമ്പോൾ, എൻ്റെ സ്വന്തം പാട്ടുകൾ പാടുമ്പോൾ ഞാൻ അങ്ങനെ വരാതെ നോക്കും. എന്ന് വെച്ചാൽ അത് പിന്നെ എൻ്റെ പാട്ടാണെന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പം ഞാൻ ഇസ്രായേലിൻ നാഥൻ പാടി, അത് ഹിറ്റാണ്. പക്ഷെ ഇത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ പാടി വെച്ചാൽ അയ്യോ ഇത് യേശുദാസ് പാടിയല്ലേ എന്നല്ലേ ചോദിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് അത് കഴിയുന്നത് അങ്ങനെ വരാതിരിക്കാൻ നോക്കും. എന്നാലും അവിടെ ഇവിടെയൊക്കെ വരും ചില പാട്ടുകൾ, ചില പ്രത്യേക ശ്രുതിയിൽ, പ്രത്യേകിച്ച് ബേസൊക്കെ വരുമ്പം ചിലപ്പോൾ അങ്ങനെ തോന്നും. അത് നാച്ചുറലായിട്ട് വരുന്നതല്ല, നമ്മളായിട്ട് അതിന് വേണ്ടി മെനക്കെട്ടൊന്നും ഉണ്ടാക്കിയെടുക്കാറില്ല. നേരിട്ട് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. കാരണം പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ ഉപദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഈ വെള്ള വസ്ത്രത്തെ പറ്റിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റിയോ ഒന്നും കംപ്ലൈൻറ്റ് പോലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരിക്കൽ മനോരമ ചാനലിലാണെന്ന് തോന്നുന്നു ഒരു ഇൻ്റർവ്യൂ വന്നപ്പം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പം ഇൻ്റർവ്യൂവർ ചോദിച്ചു, അല്ല ദാസേട്ട, അപ്പം അന്ന് അദ്ദേഹം താടി ഇങ്ങനെ കറുപ്പിൽ നിന്ന് വെള്ളയിലോട്ട് വരുന്ന ഒരു സമയമാണ്, ഇതെന്താ താടിയൊന്നും ഇനി ബ്ലാക്ക് ആക്കുന്നില്ലേ, കറുപ്പിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞില്ല, ഇനിയും ഞാൻ താടി കറുപ്പിക്കുന്നു.
ഇനി ഇതെങ്ങാനും കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുള്ളി ഒന്ന് കൊണ്ട് നിർത്തി. അപ്പം അതിൻ്റെ തൊട്ടടുത്ത ദിവസം എനിക്കൊരു റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു മനോരമയുടെ തന്നെ. അപ്പോൾ അതിൻ്റെ പ്രൊമോഷന് വേണ്ടി വന്ന ആൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ നാസേട്ടൻ ഇന്നലെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 40-45 ആകുമ്പോൾ നരച്ചു തുടങ്ങും. അപ്പം നരയ്ക്കണ്ട എങ്കിലും ഒരു മരുന്നും കൂടെ പറഞ്ഞു തന്നാൽ ഉപകാരമായി എന്നിങ്ങനെ ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞു. അത് വലിയ എടുത്തിട്ട് അലക്കി അങ്ങനെ പ്രശ്നമായി. അല്ലാതെ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.